അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്ക് സുഖമല്ലേ? അതുപോലെ തന്നെ എനക്ക് സുഖം തന്നെ. ഇന്ന് ഞാൻ ഇതാ പച്ചക്കറിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി മേലെ കയറി. പിന്നെ കുറേ പച്ചമുളകുണ്ട് പറിക്കേണ്ടത്. എല്ലാം പറിക്കുമ്പോൾ നമുക്ക് കാണാം. കുറച്ച് ഇതാ തക്കാളികൾ ഇതാ മുളച്ച് വന്ന് വൈനങ്ങ തക്കാളി എല്ലാം ഉണ്ട്. കമൻറ്റിൽ എഴുതണം കേട്ടോ. ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ നടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കമൻറ്റിലൊന്നും ഇടണേ. ഇതെല്ലാം ആവണത്രേ, കുറച്ച് ഇന്ന് വെള്ളം രാവിലെ ഒഴിച്ചിട്ട. ഇന്നലെ ഭയങ്കര മഴയുണ്ടായത്, അതുകൊണ്ട് രാവിലെ വെള്ളം ഒഴിച്ചിട്ട. മോള് വീടൊക്കെ ആയിട്ട് ഒന്ന് കാലെടുത്തോ മോള്. പൈപ്പിൻ്റെ വീട്ട മോള് കായില്ല. വീഡിയോ എടുക്കുന്ന ആളോട് പറയുന്നത് പൈപ്പ് ചവിട്ടിയില്ലാതെ വീഡിയോ എടുക്കുന്നില്ല. വൈനങ്ങേല തെയ്യണം കണ്ട. വൈനങ്ങേല നല്ല അടിപൊളിയുണ്ട്. വൈനങ്ങേല നമുക്ക് പച്ചമുളക് പറിക്കുന്ന കാട്ടിക്കാം. പൈപ്പ് ഞാൻ ഓഫാക്കിട്ട് അങ്ങനെ നമുക്ക് മുളക് ബജിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ പറിക്കുന്നത് കണ്ടു, ഇങ്ങോട്ട് കാണുന്നുണ്ടോ വേണ്ട? ഇതാ നമുക്ക് മുളക് ബജിയാക്കണ്ടേ, അതിനില്ല മുളക് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. നല്ല ചൂടില്ല മുളക് ബജിയും കട്ടൻ ചായയും. എങ്ങനെയുണ്ട് നമ്മൾ? എന്താ ഇത്ര എണ്ണം കിട്ടി നമുക്ക് ഒരു പറക്ക് കണക്കായ പൊരിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് കാട്ടിക്കാം. ഇതിനിടക്ക് പച്ചമുളക് കാട്ടിച്ചിട്ടേ ഇതാ നിറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളകെല്ലാം. എന്താ മാസാല്ല എന്ന് പറയണം കേട്ടോ. ഇത് കണ്ടിട്ട് കമൻറ്റിൽ പറയണ മാസാല്ലാന്ന്. നിറച്ചുണ്ട് വേണ്ട വേണ്ട പച്ചമുളക്. ഇനി നമുക്കിത് മുളക് ബജി, നല്ല മുളക് ബജി ആക്കിയിട്ട് കട്ടൻ ചായയും വെച്ച് കുടിക്കാല. അത് കാണാം നമുക്ക്. അങ്ങനെ മേലിൽ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് തിളച്ച വെള്ളത്തിൽ പച്ചമുളക് ഇട്ട് വെച്ച് കീറി കൊടുത്തിട്ട് ഇട്ട് വെച്ച്. എന്താന്ന് പറഞ്ഞാൽ ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ കുറച്ച് എരിവ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ചോദിച്ചിട്ട് ഇതാ കീറിയിട്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചതാണ് ചൂടുവെള്ളത്തിൽ. അപ്പോൾ നല്ല എരിവില്ല, ചിലത് നല്ല എരിവില്ല മുളക് ഉണ്ടാവും, ചിലത് എരിവില്ലാത്ത മുളക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കെല്ലാം കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തിളപ്പിച്ച വെള്ളത്തിലിട്ട് കീറി വെച്ചിന്. പിന്നെ നമുക്കിത് മസാലപ്പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് കലക്കി വെക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കായപ്പൊടി എല്ലാം ഞാൻ 2 സ്പൂണ് കടലപ്പൊടി, 2 സ്പൂണ് മൈദപ്പൊടി ഇട്ട് നന്നായി നമുക്കിത് കലക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. നമുക്ക് ചൂട് ചായക്ക് നല്ല രസം ഉണ്ടാകും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കി വെക്കാം. നമ്മൾ പഴം പൊരിക്കുന്നതിന് എങ്ങനെ കലക്കുന്നത് അതേപോലെയാണ് ഇത് കലക്കേണ്ടത്. അത് കറക്റ്റായിട്ട് പച്ചമുളക് എന്താക്കണം, മുളക് മുങ്ങണം, നന്നായി നല്ല കവർ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് പൊരിക്കുന്നത്. നന്നായി നമുക്കിത് കലക്കി വെക്കാം. ഇനി നമുക്ക് സ്പൂണോട് കലക്കിനി. അപ്പോൾ കട്ടയൊന്നും നമുക്ക് അലിയുന്നില്ല. അപ്പോൾ ഞാനെന്താക്കി മുട്ട കലക്കുന്നതിനോട് എടുത്തിട്ട് കലക്കി. അപ്പോൾ നല്ല ഇത് കലങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാം. ഇങ്ങനെ നന്നായി ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കാഞ്ഞ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പൊരിക്കുന്നത്, അതുകൊണ്ട് ഇത് എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല.
എന്നാൽ നന്നായി ഇത് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. എന്താ അങ്ങനെ നമ്മളെ മുളക് ബജിയുടെ റെഡിയായി. കട്ടൻ ചായ മുളക് ബജി തിന്നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ട്. ഒരു എരിവുമില്ല, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. എല്ലാവരും നട്ടും മുളപ്പിക്കണം, എന്നിട്ട് പൊരിക്കണം നല്ല ഇതിൽ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.